ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ കോജിവിറ്റ് അൾട്രാ ജെല്ലിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കോജിവിറ്റ് അൾട്രാ ജെല്ലിന്റെ ബെനിഫിറ്റ്സ്, പിന്നെ അതിൽ വരുന്ന കീ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്ന ഫുൾ ഇൻഗ്രീഡിയൻസും അതിന്റെ ഫംഗ്ഷൻ, ബെനിഫിറ്റ്, സൈഡ് എഫക്ട്സ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, പിന്നെ ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം, പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, കോജിവിറ്റ് അൾട്രാ ജെല്ലിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതിന്റെ പ്രൈസ് എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കോജിവിറ്റ് അൾട്രാ ജെല്ലിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡൾ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ സ്കിൻ ടോൺ ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടാനിങ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആന്റി ഓക്സിഡന്റ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫ്രീ റാഡിക്കൽസിൽ നിന്നുണ്ടാകുന്ന ഡാമേജിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് പിഗ്മെന്റേഷനോ ഡാർക്ക് സ്പോട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ആകണം, അൺഈവൻ സ്കിൻ ടോണൊക്കെ ഒന്ന് മാറി ഈവൻ ആകണം, ടാനിങ് ഒന്ന് കുറയണം എന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റിൽ വരുന്ന കീ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ ഓക്ടിനോക്സേറ്റ് ആണ്. 7.5% കോൺസെൻട്രേഷനിലാണ് വരുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ഓക്ടിനോക്സേറ്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സൺസ്ക്രീൻ ഫിൽറ്റർ ആണ്. ടാനിങ്, ഫോട്ടോ ഏജിങ്, ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ ഓക്ടിനോക്സേറ്റ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അടുത്ത കീ ഇൻഗ്രീഡിയന്റ് നയാസിനമൈഡ് ആണ്. 4% കോൺസെൻട്രേഷനിലാണ് വരുന്നത്. സ്കിൻ ടോൺ ബ്രൈറ്റൻ ആകാനും, ഹൈപ്പർ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും, സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാനും, സ്കിന്നിലെ വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാനും, ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും, സ്കിന്നിൽ റെഡ്നെസ് ഉണ്ടെങ്കിൽ അതൊന്ന് കാം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. 3% കോൺസെൻട്രേഷനിലാണ് വരുന്നത്. നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്ത് സ്കിന്നെ സ്മൂത്ത് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അൺഈവൻ സ്കിൻ ടോൺ, സ്കാർസ്, പിഗ്മെന്റേഷൻ ഇതിന്റെ അപ്പിയറൻസ് ഒക്കെ ഒന്ന് ഇംപ്രൂവ് ആകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് കോജിക് ആസിഡ് ഡൈപൾമിറ്റേറ്റ് ആണ്. ഇത് 2.5% കോൺസെൻട്രേഷനിലാണ് വരുന്നത്. മെലാനിൻ പ്രൊഡക്ഷൻ ഒന്ന് കുറച്ച് സ്കിന്നിൽ വരുന്ന പിഗ്മെന്റേഷൻ, മെലാസ്മ, ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് റെഗുലർ കോജിക് ആസിഡിനെക്കാളും കുറച്ചും കൂടിയും സ്റ്റേബിൾ ആണ്. അതേപോലെ ലെസ് ഇറിറ്റേറ്റിംഗ് ആണ്. ഇറിറ്റേഷൻസ് കുറവായിരിക്കും. അടുത്തത് അർബുറ്റിൻ ആണ്. 1.5% കോൺസെൻട്രേഷനിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലെ മെലാനിൻ പ്രൊഡക്ഷൻ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യും. ഹൈഡ്രോക്കിനോണിന് പകരം സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ് അർബുറ്റിൻ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, ഹൈഡ്രോക്കിനോൺ എന്ന് പറയുന്നത് ഒരു സ്കിൻ ലൈറ്റനിങ് ഇൻഗ്രീഡിയന്റ് ആണ്. യൂസ് ചെയ്യാനായിട്ട് അത്ര സേഫ് അല്ല. അടുത്തത് മൾബറി എക്സ്ട്രാക്ട് 1% കോൺസെൻട്രേഷനിലാണ് വരുന്നത്. ഇതും മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സ്കിന്നെ ബ്രൈറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ടോക്കോഫിറൈൽ അസറ്റേറ്റ് വൈറ്റമിൻ ഇ ആണ്. 1% കോൺസെൻട്രേഷനിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സ്കിന്നിലെ ഹൈഡ്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സ്കാർസ്, പിഗ്മെന്റേഷൻ ഇതൊക്കെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് അലൻറ്റോയിൻ 0.4% കോൺസെൻട്രേഷനിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിലെ ഗ്ലൈക്കോളിക് ആസിഡ്, കോജിക് ആസിഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആക്റ്റീവ്സിൽ നിന്നും ഇറിറ്റേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അലൻറ്റോയിൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തത് ലിക്കോറൈസ് എക്സ്ട്രാക്ട് 0.05% കോൺസെൻട്രേഷനിൽ വരുന്നുണ്ട്. മെലാനിൻ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. സ്കിന്നിലെ റെഡ്നെസ്, സെൻസിറ്റിവിറ്റി ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിൻ ടോൺ ബ്രൈറ്റൻ ആകാനും ഇറിറ്റേഷൻസ് ഒന്ന് കാം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത കീ ഇൻഗ്രീഡിയന്റ് ആണ് ടെട്രാ ഹൈഡ്രോ കർക്കുമിൻ. ഇത് 0.05% കോൺസെൻട്രേഷനിലാണ് വരുന്നത്. ടെർമറിക്കിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഒരു ഇൻഗ്രീഡിയന്റ്. ഒരു സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആണ്. ഫ്രീ റാഡിക്കൽ ഡാമേജിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ ഒന്ന് സൂത്ത് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോജിവിറ്റ് അൾട്രാ ജെല്ല് വരുന്ന ഫുൾ ഇൻഗ്രീഡിയൻസ്, അതിന്റെ ഫംഗ്ഷൻസ്, സ്കിൻ ബെനിഫിറ്റ്സ്, പോസിബിൾ സൈഡ് എഫക്ട്സ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പറയാനുള്ളത്, ഇത് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. ഇതിൽ മീഥൈൽ പാരബൻ, പ്രൊപ്പൈൽ പാരബൻ ഒക്കെ വരുന്നുണ്ട്. പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബാക്ടീരിയൽ ഫംഗൽ ഗ്രോത്ത് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ ലെവലിലാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ സേഫ് ആണ്. പിന്നെ ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ല. ഇതിൽ വരുന്ന ഐസോപ്രൊപ്പൈൽ മെറിസ്റ്റേറ്റ്, ഐസോപ്രൊപ്പൈൽ പൾമിറ്റേറ്റ് ഇതൊക്കെ ഹൈലി കോമഡോജനിക് ആണ്. ആക്നെനെ ട്രിഗർ ആക്കാനും പോഴ്സ് ക്ലോഗ്ഡ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കോജിവിറ്റ് അൾട്രാ ജെൽ ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് പറയാം. നോർമൽ കോമ്പിനേഷൻ ഡ്രൈ സ്കിന്നുള്ളവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും. ഓയിൽ സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിന്റെ ടെക്സ്ചർ കുറച്ച് സ്റ്റിക്കിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കോമിഡോജനിക് ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ഇതിൽ ഗ്ലൈക്കോളിക് ആസിഡ്, ഫ്രാഗ്രൻസ്, പാരബൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് യൂസ് ചെയ്യാനാണ് ഏറ്റവും സേഫ്. 18 വയസ്സിന് താഴെയുള്ളവർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല.
ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയാം. വെരി സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ എക്സിമ, റോസീഷ്യ സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്ക് ഇത് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർ, പിന്നെ പ്രഗ്നന്റ്, ബ്രസ്റ്റ് ഫീഡിംഗ് വുമൻസ്, സ്കിൻ ബാരിയർ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, നിങ്ങളുടെ സ്കിന്ന് പീൽ ചെയ്ത് പോകുന്നുണ്ട്, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആയിരിക്കുമ്പം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പെട്ടെന്ന് അലർജി ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി കോജിവിറ്റ് അൾട്രാ ജെൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ജെന്റിൽ ക്ലെൻസർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക, എന്നിട്ട് പാറ്റ് ഡ്രൈ ചെയ്യുക. ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീ സൈസ് എമൗണ്ട് മാത്രം മതിയാവും. നിങ്ങൾക്ക് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്നില്ലെങ്കിൽ അഫക്റ്റഡ് ഏരിയ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. എവിടെയാണോ ഡാർക്ക് സ്പോട്ട്സ്, എവിടെയാണോ മെലാസ്മ, എവിടെയാണോ ആക്നെ മാർക്സ്, അവിടെ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിന്നായിട്ട് അപ്ലൈ ചെയ്യുക, ഒരു ഈവൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഐലിഡ്സ്, കണ്ണിൻ്റെ കോർണേഴ്സ്, നോസ്ട്രിൽസ്, ലിപ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ആഴ്ചയിൽ 1-2 തവണ രാത്രി മാത്രമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങാം. സ്കിൻ ടോളറൻസ് കൂടി വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അത് കൂട്ടിക്കൊണ്ടുവരാം. ഇതിൽ ഡെയിലി മോർണിംഗും നൈറ്റൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ ഉപയോഗിക്കുന്നത് അത്ര സേഫ് അല്ല. വേണമെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സിൽ നൈറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കുക, അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട. പിന്നെ ഡേ ടൈം കെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ മോർണിംഗിൽ ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. SPF ഒരു മിനിമം 30+ എങ്കിലും അപ്ലൈ ചെയ്യുക. പുറത്തേക്ക് പോകുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പേ എങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ സ്കിന്നിൽ ഡ്രൈനെസ്സോ ഇറിറ്റേഷൻസോ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജെന്റിലായിട്ടുള്ള ഒരു നോൺ കോമഡോജനിക് മോയ്സ്ചറൈസർ ജെൽ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. എന്നിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഒരു ജെൽ ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ പാച്ച് ടെസ്റ്റ് എടുക്കുക. ഇന്നർ ആമിലോ അല്ലെങ്കിൽ ചെവിയുടെ പിറകിലൊക്കെ ആയിട്ട് ചെറിയൊരു എമൗണ്ട് അപ്ലൈ ചെയ്യുക. 24 hours അങ്ങനെ തന്നെ വെക്കുക. ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഒരു ജെൽ ഉപയോഗിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആക്റ്റീവ്സ് ഒന്നും കൂടെ ഉപയോഗിക്കാതിരിക്കുക. റെറ്റിനോൾ, ബെൻസോയിൽ പെറോക്സൈഡ്, പിന്നെ ഹൈ സ്ട്രെങ്ത് വരുന്ന വൈറ്റമിൻ സി ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ അപ്ലൈ ചെയ്ത് എന്തെങ്കിലും ഇറിറ്റേഷൻസോ റെറ്റിനസോ എന്തെങ്കിലും റിയാക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി കോജിവിറ്റ് അൾട്രാ ജെല്ലിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പിഗ്മെന്റേഷൻ കൂടും, മാറിയ പിഗ്മെന്റേഷൻ തിരിച്ചു വരികയും ചെയ്യും. പിന്നെ ഇതെല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യില്ല. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും പിഗ്മെന്റേഷന്റെ ആ ഒരു സ്വഭാവമൊക്കെ അനുസരിച്ചിട്ട് റിസൾട്ട് മാറും. പിന്നെ ഇത് ലോങ് ടേം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര നല്ലതല്ല. ലോങ് ടേം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ തിന്നിങ് ഒക്കെ വരാൻ വേണ്ടി കാരണമാവും. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 30 ഗ്രാമിന് 719 rupees ആണ്. ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 400 to 500 rupeesന്റെ ഇടയിൽ കിട്ടുന്നതാണ്. പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.